തിരുമേനി, വ്രത സമയത്ത് അടുത്ത ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു പോയാൽ നമ്മൾ ആ വീട്ടിൽ പോകുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് പറഞ്ഞു തരാമോ? വ്രതം എന്ന് പറയുന്നത് മാനസികവും ശാരീരികവുമായിട്ടുള്ള ശുദ്ധികളെ സംബന്ധിച്ച കാര്യമാണ്. എപ്പോഴും മനസ്സിൽ പ്രസന്നമായിട്ടുള്ള അവസ്ഥ നിലനിർത്താൻ, ശാന്തസ്വരൂപമായിട്ട് കാണപ്പെടാനും ശുദ്ധിയോടുകൂടി കാണപ്പെടാനും നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ മരണ വീട്ടിൽ നടക്കുന്നത് ഒരു വളരെ ആഘാതപരമായിട്ടുള്ള കാര്യമായിരിക്കും. അവിടുത്തെ കുടുംബാംഗങ്ങളുടെ ദുഃഖങ്ങളിൽ പങ്കുകൊള്ളാനും അവരെ ആശ്വസിപ്പിക്കാനുമാണ് നമ്മൾ മരണ വീടുകളിലേക്ക് കടന്നു ചെല്ലുന്നത്. വ്രതമുള്ള ഒരു വ്യക്തി അവിടെ ചെന്ന് തൊട്ടുതള്ളവിടലോ മറ്റൊന്നും നടത്താറില്ല. ഡെഡ് ബോഡിയുടെ സാമീപ്യത്തിലൊന്നും അവരെ വ്രതകാലയളവിൽ ചെല്ലാറില്ല. വീടിന് പുറമേക്ക് നിൽക്കുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല. പക്ഷെ അവിടുന്ന് ജലപാനീയങ്ങളൊക്കെ ആ ഒരു കാലയളവിൽ, വ്രതകാലയളവിൽ സ്വീകരിക്കേണ്ടതില്ല എന്നേ ഉള്ളൂ. അതായത് വീട്ടിനകത്ത് അവിടെ ആ ടൈമിൽ പ്രവേശിക്കേണ്ട എന്നേ ഉള്ളൂ. അല്ലാതെ അവരെ ആശ്വസിപ്പിക്കാനോ മറ്റൊക്കെ വീടിന്റെ പുറത്തൊക്കെ വന്നു നിൽക്കുന്നതിലൊന്നും യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞിട്ടെ. പക്ഷെ ഈ സമ്പർക്കങ്ങൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് കാര്യം. അതായത് മൃതദേഹത്തെ തൊടുക, അവിടുത്തെ അടിയന്തര ചടങ്ങുകളിൽ പങ്കെടുക്കുക, അവിടുന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ്.